പ്രൊഫസർ കൂടിയായിട്ടുള്ള ശ്രീ വെങ്കിടകുമാറിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം എസ്.ടിയുടെ പ്രകാശന ചടങ്ങ് വരുന്ന 28-ാം തീയതി അടിയൻ കോളേജിൽ വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ കവർ പ്രകാശനമാണ് ഇവിടെ ഈ രീതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ കവർ അറിയിക്കുക, പിന്നെ പുസ്തകത്തെ അറിയിക്കുക, പിന്നെ കഴിയുന്നത് പ്രചരിപ്പിക്കുക. അപ്പോൾ ഈ കവർ പ്രകാശനം കുറച്ചുകൂടെ വയ്യാത്തതാണ്. ഇതൊരു സാധാരണ ചടങ്ങാണ്. കാരണം വരാൻ പോകുന്ന ഒരു വലിയ വെടിക്കെട്ടിന് കുറ്റുമുള്ള പടക്കമാണ് ഇപ്പോൾ പറ്റിക്കുന്നത്. കാരണം 28-ാം തീയതി 28-ാം തീയതിയാണ് ഇതിൻ്റെ സംഭവം നടക്കാൻ പോകുന്നത്. മലയാളശാലയുടെ ആഭിമുഖ്യത്തിൽ ഹൃദയൻ്റെ നമ്മുടെ ട്രഷറാണ്, മലയാളശാലയുടെ ട്രഷർ കൂടിയ ട്രഷറുടെ രണ്ടാമത്തെ കവിതാ സമാഹാരം അതിൻ്റെ ഒരു നാണ്യം കൊടുത്തിരിക്കുകയാണ്. സുധാകരൻ എഴുതിയാൽ മലയാളം പ്രസിദ്ധീകരിക്കും, എസ് ജോസഫ് എന്ന് എഴുതിയാൽ മാതൃഭൂമി പ്രസിദ്ധീകരിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ സർഗവാസനകൾ നമ്മൾ തന്നെ മലയാളശാല പോലുള്ള സാംസ്കാരിക വേദികൾ, കലാവേദികൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ധാരാളം കവിതകൾ അദ്ദേഹം എഴുതട്ടെ. ഇതുപോലെ കവർ പ്രകാശനങ്ങൾ നമുക്ക് നടത്താൻ കഴിയട്ടെ. പുസ്തക പ്രകാശനം 28-ാം തീയതി ഗംഭീരമായിട്ട് നമുക്ക് എല്ലാവർക്കും നടത്തണം. നേരത്തെ പറഞ്ഞത് ഇത് നല്ല ഒരു പ്രസിദ്ധീകരണം സർക്കുലേഷൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതും ഏറെ ശ്രദ്ധിക്കപ്പെടട്ടെ. കൂടുതൽ കവിതാ സമാഹാരങ്ങളും കവിതാ സമാഹാരങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനയും. ഇദ്ദേഹത്തിൻ്റെ കവിത എന്നെ അറിയിക്കുകയും ഞാൻ ഇവിടെ വന്നു. ഇദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടി എല്ലാവിധ പ്രോത്സാഹനവും ഞാൻ ചെയ്തു. പദ്ധതിയുടെ സാന്നിധ്യവും സപ്പോർട്ടും സഹകരണവും എൻ്റെ 28-ാം തീയതിയിലത്തെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഉണ്ടാവണം. എന്നെ ഹൃദയത്തിലേറ്റി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇത് നല്ല രീതിയിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കി തന്ന പ്രിയങ്കരായ മലയാളശാല പ്രവർത്തകർ എന്നുള്ള രീതിയിൽ സുരേഷ് പ്രഭാഷണം മറ്റുള്ള എല്ലാവർക്കും ജയപാലാഴി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തട്ടെ.